അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 124. ചിത്തിരയും മോഹനും അപ്പുവിന്റെ ചോദ്യം ചെയ്യൽ കണ്ട് ചിരിക്കുന്നുണ്ട്. മോഹൻ സെറ്റിയിലേക്ക് ഇരുന്നതും ചിത്തു നേരെ അവർക്കെല്ലാമുള്ള ചായ എടുക്കാനായി കിച്ചണിലേക്ക് പോയി. എനിക്കെന്ത് കള്ളത്തരം, ആരവേട്ടന് വെറുതെ തോന്നണതാ, ജ്വാല പറഞ്ഞു. ഒപ്പം തന്നെ വിയർപ്പ് പൊടിഞ്ഞ മുഖം അമർത്തി തുടക്കുക കൂടി ചെയ്തു. അപ്പൊ നീ എന്തെങ്ങനെ കിതക്കുന്നേ? എവിടെ ഏട്ടൻ? വിളിക്ക്, ഞാൻ ഏട്ടനോട് ചോദിക്കട്ടെ. നിന്റെ ഈ കള്ളത്തരത്തിന് പിന്നിൽ ഏട്ടനും പങ്കുണ്ടെന്നാ എന്റെ ഒരു കണ്ടുപിടുത്തം, അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ജ്വാല ചുണ്ടു പിളർത്തി അവനെ നോക്കി. അവൻ അവളെ നോക്കി പുച്ഛിച്ചു. അച്ഛേ, ഈ ആരവേട്ടൻ നോക്ക്. അവള് ചിണുങ്ങിക്കൊണ്ട് പെട്ടെന്ന് മോഹന്റെ അടുത്ത് വന്നിരുന്നു. മോഹൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. നിനക്കിത് എന്താടാ അപ്പു, മോളെ വെറുതെ കളിയാക്കുന്ന എന്തിനാ? വാങ്ങിക്കൂട്ടോ നീ. ആ, പറഞ്ഞില്ലാന്ന് വേണ്ട, മോഹൻ അപ്പുവിനെ നോക്കി കളിയോടെ പറഞ്ഞു. അത് കേട്ടപ്പോ ജ്വാലയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അവള് വിജയച്ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ചിരിക്കുന്ന നോക്ക്, കള്ളിപ്പെണ്ണ് എന്തോ കള്ളത്തരം ഒപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ ഇവളിങ്ങനെ കിതച്ചോണ്ട് ഓടി വരില്ല. ചോദിച്ചു നോക്കച്ച. അപ്പുവിന് വിടാൻ ഉദ്ദേശമില്ല. മോഹൻ അവളെ ഒന്ന് നോക്കി. ഈ ജ്വാല അയാളെ നോക്കി ഇളിച്ചു കൊടുത്തു. അത് കണ്ടതും അയാളൊരു പുഞ്ചിരിയോടെ അവളുടെ തലയിൽ തഴുകി. കണ്ണൻ എവിടെ മോളെ? റൂമിലുണ്ടച്ചേ, കുളിക്കാൻ പോയതാ, ജ്വാല പറഞ്ഞതും അയാൾ തലയാട്ടി. അപ്പൊ നീ എവിടെയായിരുന്നു ഏട്ടത്തി ഇത്രയും നേരം? അപ്പു സംശയദൃഷ്ടിയോടെ വീണ്ടും ചോദിച്ചു. ജ്വാല അവനെ ദയനീയമായിട്ടൊന്ന് നോക്കി. പക്ഷെ അവൻ അവളുടെ കള്ളത്തരം കണ്ടുപിടിച്ച് അടങ്ങൂ എന്ന പോലെ നിൽക്കുകയാണ്. അത് ഞാൻ ജ്വാല എന്തോ പറയാൻ ശ്രമിച്ചു. അപ്പു, നിനക്ക് എന്താടാ വേണ്ടേ? വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ മോളുടെ നേരെ നീ. ദേ, വലിയ പോലീസ് കളിക്കല്ലേ. അവൾ ഇത്രയും നേരം അവരുടെ റൂമിലായിരുന്നു, അതിന് നിനക്കെന്താ? ചിത്തിര അപ്പുവിനും മോഹനുള്ള ചായ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. അപ്പു ചിത്തിര നീട്ടിയ ചായ ഗ്ലാസ് കയ്യിൽ വാങ്ങി ജ്വാലയെ ആകെ മൊത്തം സംശയത്തോടെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ അവള് ചൂളിപ്പോയി. അവള് പെട്ടെന്ന് തല താഴ്ത്തി. അപ്പുവിന് ചിരി വന്നു പോയി. അതേ നിമിഷം തന്നെ അവൻ അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന അഗ്നിയുടെ പല്ലിന്റെ പാട് കാണുകയും ചെയ്തു. ആ, അങ്ങനെ വരട്ടെ. വെറുതെ അല്ലേ ഇവളുടെ മുഖാകെ ചുവന്നു തുടുത്ത്. ഭാര്യയും ഭർത്താവും കൂടി എന്തായിരുന്നു മോളില്, പറയടിയേട്ടത്തി. അപ്പു ചിരിയോടെ സെറ്റിയിലേക്ക് ഇരുന്നു. ജ്വാല അവനെ വല്ലായ്മയോടെ നോക്കി. എന്റെ കണ്ണ, എന്തൊക്കെയാ അരവേട്ടൻ ചോദിക്കണേ? കറക്റ്റ് ഇതിന്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടൂലോ. ദേവേട്ട, ഒന്ന് വേഗം വാ. അവള് പതിയെ പിറുപിറുക്കുകയാണ്. അപ്പൂന് അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് ചിരി വരുന്നുണ്ട്. എടി ജ്വാല കുട്ടി, നിന്റെ കഴുത്തിൽ ആരാ കടിച്ചേ? അവള് പ്രതീക്ഷിക്കാത്ത നേരത്ത് അപ്പു പെട്ടെന്ന് ചോദിച്ചു. അതേ നിമിഷം തന്നെയാണ് ചിത്തുവിന്റെ കയ്യിലെ ട്രേയിൽ നിന്നും ജ്വാല അവൾക്കുള്ള ചായ എടുത്തത്. അപ്പുവിന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവളുടെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് തുളുമ്പി. എല്ലാവരുടെയും നോട്ടം അവളുടെ കഴുത്തിലേക്ക് പോയി. അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന പാട് കണ്ട് ചിത്തിര പെട്ടെന്ന് ചിരിയോടെ അവളിൽ നിന്ന് നോട്ടം മാറ്റി. ജ്വാല ഒരു വെപ്രാളത്തോടെ അവളുടെ പുറകിൽ നിന്നും മുടിയെടുത്ത് മുന്നിലേക്കിട്ട് ആ പാടിനെ മറച്ചു പിടിച്ചു. അവൾക്ക് എല്ലാവരെയും നോക്കാനാകെ ഒരു മടി തോന്നി. അവള് മോഹനെയും ചിത്തിരയും ഒന്ന് പാളി നോക്കി. അവരെ നടന്നതൊന്നും കണ്ടിട്ടേ ഇല്ല എന്ന പോലെ ചായ കുടിക്കുകയാണ്. പക്ഷെ അവരുടെ ചുണ്ടിൽ അപ്പോഴും ഒരു ചിരിയുണ്ട്. അവൾ ആശ്വാസത്തോടെ അവരിൽ നിന്ന് നോട്ടം മാറ്റി നേരെ നോക്കിയത് തന്നെ നോക്കി ചിരി കടിച്ചു പിടിച്ചിരിക്കുന്ന അപ്പൂനെയാണ്. അവൾ അവനെ മുഖം വീർപ്പിച്ചു നോക്കി. അപ്പു എല്ലാം മനസ്സിലായി എന്ന പോലെ അവളെ നോക്കി ആകെ വല്ലാത്തൊരു ചിരി ചിരിക്കുന്നുണ്ട്. ജ്വാലയ്ക്ക് ആകെ ചമ്മല് തോന്നുന്നുണ്ടായിരുന്നു. അല്ല മോളെ, കണ്ണൻ കുളിക്കാൻ പോയിട്ട് കുറെ നേരമായല്ലോ. അവനെ നോക്കാൻ അമ്മ പറഞ്ഞു വിട്ടതല്ലേ നേരത്തെ നിന്നെ. എന്നിട്ട് അവനെവിടെ? കുളി കഴിഞ്ഞില്ലേ? അവളുടെ ചമ്മല് കണ്ട് ആ വിഷയം മാറ്റാൻ എന്ന പോലെ ചിത്തിര പെട്ടെന്ന് ചോദിച്ചു. ജ്വാല അവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അത് കുളി കഴിഞ്ഞിട്ടുണ്ടമ്മേ, ഇപ്പൊ വരും, അവിടെ റൂമിലുണ്ട്. അവള് പറഞ്ഞതും ചിത്തിര ചിരിച്ചതേയുള്ളൂ. അതെന്താ ഇത്രയും നേരം കുളി? നീ നേരത്തേട്ടൻ കുളി കഴിഞ്ഞോന്ന് നോക്കാൻ തന്നെയല്ലേ പോയേ? അതോ രണ്ടുപേരും ഒരുമിച്ചാണോ ഇനി കുളിച്ചേ? അതും പറഞ്ഞ് അപ്പു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എടാ അപ്പു, മിണ്ടാതിരിയടാ. മോഹൻ അവനെ അടിക്കാൻ നോക്കി. ജ്വാല അപ്പുവിനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ആരൊരുമിച്ച് കുളിക്കുന്ന കാര്യം അപ്പു നീ പറയുന്നേ? പെട്ടെന്ന് ഗൗരവത്തോടെയുള്ള അഗ്നിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ട് അപ്പുവിന്റെ കണ്ണു മിഴിഞ്ഞു. അവൻ മുകളിലേക്ക് നോക്കി. സ്റ്റെയർ ഇറങ്ങി വരുന്ന അഗ്നിയെ കണ്ട് അപ്പുവിന്റെ മുഖം ഇഞ്ചി കടിച്ചതുപോലെയായി. അവന്റെ മുഖത്തെ ഗൗരവത്തിൽ നിന്നും അവൻ അപ്പു പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ടെന്ന് അപ്പുവിന് മനസ്സിലായി. അവൻ ഒരു രക്ഷയ്ക്കെന്ന പോലെ മോഹനെ ചിത്തിരയെ നോക്കി. അവര് കിട്ടുന്നത് എന്താന്ന് വെച്ചാ നീ തന്നെ മേടിച്ചോ എന്ന പോലെ ചായയും കുടിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അഗ്നി താഴേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവൻ ജ്വാലയെന്ന് നോക്കി. ആകെ മുഖമാകെ വീർപ്പിച്ചു വെച്ചിട്ടുണ്ട് പെണ്ണ്. അവൻ പെട്ടെന്ന് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ജ്വാല വിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ അവന്റെ നോട്ടം മുഴുവൻ അപ്പൂലായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ അപ്പു? നീ ആരൊരുമിച്ച് കുളിക്കുന്ന കാര്യം ചോദിച്ചേ? അവൻ ഗൗരവത്തോടെ വീണ്ടും ചോദിച്ചു. അതേട്ടാ, ഞാൻ വെറുതെ തമാശയ്ക്ക് ജ്വാലയോട് ചോദിച്ചതാ, അപ്പു വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അതാണോ അപ്പു? നീ ആരൊരുമിച്ച് കുളിക്കായിരുന്നോ എന്നാ ചോദിച്ചേ? അഗ്നി അവനെ കണ്ണുരുട്ടി നോക്കി. അത് ഞാൻ നിങ്ങളെ രണ്ടാളെയും കുറിച്ച് ഏട്ടാ പറഞ്ഞേ, ഞാൻ വെറുതെ പറഞ്ഞതാ, അപ്പു ഇളിയോടെ തന്നെ പറഞ്ഞു.
ആഹാ, എന്റെ അനിയൻ വെറുതെ പറഞ്ഞതായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ ഇവള് ഒരുമിച്ച് കുളിച്ചാൽ തന്നെ ഇപ്പൊ എന്താ പ്രശ്നം? ഇവളെന്റെ ഭാര്യയല്ലേ? അഗ്നി കൂസലില്ലാതെ പറഞ്ഞു. ജ്വാല അവനെ വാപ്പൊളിച്ചു നോക്കി. അഗ്നിക്ക് അവളുടെ മുഖഭാവം കണ്ട് ചിരി വന്നു പോയി. അല്ലേ ഉഞ്ഞ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അഗ്നി അവളോട് ചോദിച്ചു. ഏ, ആ ശരിയാ, ജ്വാല പറഞ്ഞു. ഈ കുട്ടി. മോഹനും ചിത്തിരയും ചിരിച്ചുപോയി. അത് കണ്ടപ്പോഴാണ് താനിപ്പോ എന്താണ് പറഞ്ഞതെന്ന് തന്നെ ജ്വാല ഓർക്കുന്നത്. അവൾ അവരെ നോക്കി ഇളിച്ചു കൊടുത്തുകൊണ്ട് അഗ്നിയെ കൂർപ്പിച്ചു നോക്കി. പക്ഷെ അവൻ അവളെ നോക്കി നിഷ്കളങ്കമായി ചിരിക്കുന്ന കണ്ടപ്പോ ജ്വാലയ്ക്കും ചിരി വന്നു പോയി. അഗ്നി അപ്പൂനെ നോക്കി. അല്ല, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞില്ല നീ. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് കുളിച്ചാൽ തന്നെ ഇപ്പൊ എന്താ കുഴപ്പമെന്ന് അഗ്നി വീണ്ടും ചോദിച്ചു. ഏയ്, എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല ഏട്ടാ. എന്നാ ഞാനൊന്ന് പോയി കുളിക്കട്ടെ, വല്ലാത്ത ക്ഷീണം. അപ്പു എല്ലാവരോടുമായിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് റൂമിലേക്ക് വലിയാൻ ശ്രമിച്ചു. വല്ലാതെ തമാശ പറയാൻ നിൽക്കണ്ട അനിയ. കൂടുതൽ തമാശിച്ചാലേ ഇവിടെ ആരും അറിയാതെ നടക്കുന്ന ഉമ്മക്കഥകളൊക്കെ പാട്ടാവും. അതെപ്പോഴും ഓർമ്മ വേണം. മുകളിലേക്ക് നടന്നു പോകുന്ന അപ്പുവിനോട് അഗ്നി ഗൗരവത്തോടെ വിളിച്ചു പറഞ്ഞു. ഞെട്ടലോടെ അപ്പു അവനെ തിരിഞ്ഞു നോക്കി. അത് കണ്ട് അഗ്നി അവനെ നോക്കി പുച്ഛിച്ചു. ജ്വാലയുടെ കണ്ണുകൾ തിളങ്ങി. അങ്ങനെ ഒരു കാര്യം അവളും അപ്പോഴാണ് ഓർത്തത്. അപ്പു പൊന്നുവിനെ കിസ് ചെയ്ത കാര്യം അപ്പുവിനോട് ചോദിക്കരുതെന്ന് അഗ്നി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവളത് അപ്പുവിനോട് ഇതുവരെ ചോദിക്കാതിരുന്നത്. പക്ഷെ ഇത്രയും നേരം തന്നെ അവൻ കളിയാക്കിയതിന് അവനിട്ടൊരു പണി കൊടുക്കാൻ തന്നെ ജ്വാലയും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ആ, അത് ശരിയാ ദേവേട്ടാ. ഇവിടെ ചിലവരുടെയൊക്കെ വിചാരം ആരും ഒന്നും അറിയില്ലാന്നാ. എന്നെ കുറ്റം പറയുന്നവർ അതിലും വലുത് ഇവിടെ ചെയ്യണുണ്ട്. ഒരീസം ഞാൻ എല്ലാം വിളിച്ചു പറയും, ഓർത്ത് വെച്ചോ. ജ്വാല അപ്പുവിനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു. അതൂടെ ആയതും അപ്പുവിന്റെ കണ്ണിപ്പോ തള്ളി പുറത്തു വരുമെന്ന പോലെ ആയിട്ടുണ്ട്. എന്താ അപ്പേട്ടാ? ജ്വാല കണ്ണിറുക്കി. അപ്പു ആകെ വിളറി വെളുത്തുപോയി. അവളുടെ സംസാരത്തിൽ നിന്നും അവസാനത്തെ ആ അപ്പേട്ട എന്ന വിളിയിൽ നിന്നും ജ്വാല എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് അപ്പുവിന് മനസ്സിലായി. എന്റെ മഹാദേവ, ഇനി ആ നാഗവല്ലി പറഞ്ഞു കൊടുത്തതായിരിക്കോ ഇവളോട്? അങ്ങനെയാണെങ്കിൽ എന്റെ ചരിത്രം, ഈശ്വര, എല്ലാം ഇവളോട് പറഞ്ഞു കാണും അവള്. അപ്പു ആകെ വല്ലാതായി. അഗ്നി ജ്വാല പറയുന്നത് കേട്ട് അവളെ ഒന്ന് നോക്കി. അവൾ അവനെ നോക്കി കണ്ണിറുക്കി കൊടുത്തു. അഗ്നി പിന്നെ ഒന്നും പറയാൻ പോയില്ല. അവൻ ചിരിയോടെ തലയാട്ടി ടേബിളിൽ വെച്ചിരിക്കുന്ന ആ ചായ ഗ്ലാസ് എടുത്ത് ചിത്തിരയുടെ അടുത്തേക്ക് പോയിരുന്നു. അല്ല, നിങ്ങൾ രണ്ടാളും ഇത് എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. മോഹൻ ജ്വാലയോടും അഗ്നിയോടുമായിട്ട് സംശയത്തോടെ ചോദിച്ചു. അച്ഛയ്ക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അപ്പേട്ടനത് വ്യക്തമായിട്ട് മനസ്സിലായി കാണും, ഇല്ല അപ്പേട്ട? ജ്വാല വീണ്ടും ചോദിച്ചു. ഏട്ടത്തി. അപ്പു ദയനീയമായി അവളെ വിളിച്ചു. എന്താ ഏട്ടത്തിയുടെ മോനെ? അവള് പൊട്ടി വന്ന ചിരി ഒതുക്കി. ഒന്നുമില്ല ഏട്ടത്തിയെ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ചെല്ല്, പോയി നന്നായി കുളിക്കുമോനെ. ഏട്ടത്തി ഇവിടെ തന്നെ കാത്തിരിക്ക. ജ്വാല അവനെ കളിയാക്കി. അപ്പു ആണെങ്കിൽ എനിക്ക് ഇത്രയും നേരം ഇത് എന്തിന്റെ കേടായിരുന്നു എന്ന് പോലും ആലോചിച്ചു പോയി. അവൻ അവളെ നോക്കി തലയാട്ടിക്കൊണ്ട് പെട്ടെന്ന് മുകളിലേക്ക് ഓടിപ്പോയി. അത് കണ്ടതും ജ്വാല പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി കണ്ട അഗ്നിക്കും ചിരി വന്നെങ്കിലും ചിത്രയും മോഹനും അപ്പോഴും കാര്യം എന്താണെന്നറിയാതെ വായും തുറന്നിരിക്കുന്നുണ്ട്. കുളി കഴിഞ്ഞിട്ടും താഴേക്ക് പോവാൻ അപ്പുവിന് ആകെ ഒരു വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. എന്റെ മഹാദേവ, ഞാൻ എങ്ങനെ ജ്വാലക്കുട്ടിയുടെ മുന്നിൽ പോവും? എന്താ അവള് പറഞ്ഞതിന്റെ അർത്ഥം? അവൻ കൈകൾ കോർക്കി അഴിക്കുകയും ചെയ്തോണ്ടിരുന്നു. ചൈതന്യം പറയാതെ ഇതൊക്കെ ഇവളെങ്ങനെ അറിയും? അതോ ഇനി ഏട്ടനെങ്ങാനും പറഞ്ഞു കൊടുത്തതാവോ? അങ്ങനെയാണെങ്കിൽ റൂമിൽ വെച്ചുണ്ടായ ബാക്കിയൊന്നും ജ്വാല അറിഞ്ഞു കാണില്ലല്ലോ. ഹോ, എന്തായാലും മനുഷ്യന്റെ ഉള്ള സമാധാനം പോയി. അപ്പു തലമുടിയിൽ പിടിച്ചു വലിച്ചു. ഹാ, എന്തായാലും താഴേക്ക് പോവാതെ പറ്റില്ലല്ലോ. പോവെന്നെ. എന്നാൽ എന്റെ മഹാദേവ, എനിക്ക് ഏത് സമയത്താണ് എന്തോ ആ നാഗവല്ലിയെ പിടിച്ച് ഉമ്മിക്കാൻ തോന്നിയേ. അപ്പു ദേഷ്യത്തോടെ നിലത്ത് ആഞ്ഞു ചവിട്ടി ഡോറ് തുറന്ന് താഴേക്കുള്ള സ്റ്റെയർ ഇറങ്ങി. മുകളിൽ നിന്ന് തന്നെ അവൻ ജ്വാല എവിടെയാണെന്നൊന്ന് നോക്കി. ടി വിക്ക് മുന്നിലാണ് 4 പേരും. ചിത്രയുടെ തോളിൽ ചാരി ടി വി കാണുകയാണ് ജ്വാല. മോഹനും അഗ്നിയും ഇപ്പുറത്തെ സോഫയിലും ഇരിക്കുന്നുണ്ട്. പക്ഷെ ടി വി കാണുന്നതിനിടയ്ക്കും ജ്വാല ഇടയ്ക്കിടയ്ക്ക് അഗ്നിയെ പാളി നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഇപ്പോഴും ജ്വാലയെ നോക്കിയിരിക്കുകയാണ്. അവന്റെ നോട്ടം കാണുമ്പോൾ അവള് പിടച്ചിലോട് അവനിൽ നിന്ന് നോട്ടം മാറ്റും. അത് കാണുമ്പോൾ അഗ്നിക്ക് ചിരി വരും. അവരുടെ ഈ കണ്ണുകൊണ്ടുള്ള കളിയൊക്കെ അപ്പു കണ്ടെങ്കിലും അവൻ അപ്പോൾ അതൊന്നും പറഞ്ഞ് അവരെ കളിയാക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. അവൻ പതിയെ അവർക്കടുത്തേക്ക് നടന്നു. അപ്പുവിനെ കണ്ടതും അഗ്നി അവനെ കള്ളച്ചിരിയോടെ നോക്കി അവന്റെ അടുത്തായി ഇരിക്കാൻ കൈകൊണ്ട് കാണിച്ചു. അപ്പു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തായിരുന്നു. ആ, നീ വന്നോ? എപ്പ പോയതാടാ കുളിക്കാനാണെന്നും പറഞ്ഞിട്ട്? 1 മണിക്കൂർ കഴിഞ്ഞു. ചിത്ര അപ്പുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരുടെ സംസാരം കേട്ട് ജ്വാലയും അപ്പുവിനെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും അപ്പു അവളെ നോക്കി പുഞ്ചിരിച്ചു. ജ്വാല അവനെ കുറുമ്പോടെ നോക്കുന്നുണ്ട്. അവൻ നന്നായി സമയമെടുത്ത് കുളിച്ചത് എന്റെ ചിത്തുപെണ്ണെ, ഒന്നും മിണ്ടാതിരുന്നേ. അഗ്നി ചിത്തിരയെ നോക്കി കണ്ണു ചിമ്മി. ഓ, ഞാനൊന്നും പറയുന്നില്ല. ആ ടാങ്കിലെ വെള്ളം മൊത്തം തീർത്തോ എന്തോ? ചിത്തിര ആരോടെന്നില്ലാതെ പറഞ്ഞു. ആ, ഞാൻ അതിൽ പോയി മുങ്ങി കിടക്കായിരുന്നു. ഈ അമ്മയ്ക്കിതെന്താ? അപ്പു മുഖം വീർപ്പിച്ചു. ചിത്തിര ചിരിയോടെ ടി വിയിലേക്ക് ശ്രദ്ധിച്ചു. അല്പനേരം അവിടേക്ക് ചുറ്റിപ്പറ്റിയിരുന്നെങ്കിലും അപ്പു ഇടയ്ക്കിടയ്ക്ക് ജ്വാലയെ നോക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ശ്രദ്ധ ടി വിയിലാണ്. ഏട്ടാ, അമ്മ ഇവളെ സീരിയലിന് അഡിക്റ്റ് ആക്കിയോ? അപ്പു അഗ്നിയോട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു.
അതാ ഇവർക്ക് രണ്ടിനും നമ്മൾ വരുന്നവരെ ഇവിടെ സീരിയല് കാണലാണെന്ന് തോന്നുന്നു പണി. അഗ്നിയും പറഞ്ഞു. നിനക്കൊക്കെ തോന്നുന്നേ ഉള്ളോ? എനിക്കതൊക്കെ എന്നേ മനസ്സിലായതാ. അതുവരെ അവരുടെ സംസാരം ശ്രദ്ധിച്ചിരുന്ന മോഹൻ പറഞ്ഞു. അഗ്നി അപ്പവും അയാളെ സംശയത്തോടെ നോക്കി. കുറച്ചു ദിവസം മുന്നേ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുണർത്തിയിട്ടാ നിങ്ങളുടെയൊക്കെ അമ്മ കല്യാണിക്ക് സംസാരശേഷി കിട്ടിയ കാര്യം എന്നോട് പറഞ്ഞേ. മോഹൻ താടിക്ക് കൈ കൊടുത്തു. കല്യാണിയോ? ഏത് കല്യാണി അച്ഛാ? അഗ്നിക്ക് മനസ്സിലായില്ല. അപ്പവും ആരാണാവോ എന്ന പോലെ അയാളെ നോക്കുന്നുണ്ട്. ആ എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്തോ മൗനവ്രതെന്നോ മൗനരാഗെന്നോ മറ്റോ പറയുന്നുണ്ടായിരുന്നു. ആരാണാവോ? അവൾക്ക് അപ്പോഴത് ഓർമ്മ വന്നേന്നാ പറഞ്ഞേ. മോഹൻ ടി വിയിൽ നോക്കി ലയിച്ചിരിക്കുന്ന ചിത്തൂനെ നോക്കി നെടുവീർപ്പിട്ടു. അഗ്നിക്ക് ചിരി പൊട്ടി. അതുകണ്ട് മോഹൻ അവനെ കൂർപ്പിച്ചു നോക്കി. ആ ചിരിക്ക് ചിരിക്ക്, നല്ലോണം ചിരിക്ക്. നിന്റെ അമ്മയുടെ കൂടെ ഇരുന്ന ആ സീരിയൽ കാണുന്നവളുണ്ടല്ലോ, നിന്റെ ഭാര്യ. നാളെ ഒരു നാൾ അവളും നിന്നെ ഇതുപോലെ വിളിച്ചുണർത്തുമ്പോ പഠിച്ചോളും. മോഹൻ പുച്ഛത്തോടെ പറഞ്ഞു. അഗ്നി ജ്വാലയൊന്ന് നോക്കി. അപ്പു വന്ന ശേഷം ടി വിയിൽ തന്നെയാണ് അവളുടെ ശ്രദ്ധ മുഴുവൻ. അതിലേക്ക് ലയിച്ചിരിക്കുകയാണ്. ഏയ് എന്റെ കുഞ്ഞൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അഗ്നി ഉറപ്പിച്ചു പറഞ്ഞു. ആ പറ, അങ്ങനെ തന്നെ പറ. ഇവിടെ എൻ്റെ അമ്മ, നിന്റെയൊക്കെ അച്ഛമ്മ ആദ്യം വന്ന് നിന്ന സമയത്ത് സീരിയൽ വെച്ച് അത് കണ്ട ചിത്തു ഇങ്ങനെ അഡിക്റ്റ് ആയേ. അപ്പൊ ഞാനും പറഞ്ഞിരുന്നു എൻ്റെ ചിത്തു അങ്ങനെ അഡിക്റ്റ് ആവില്ല എന്ന്. എന്നിട്ടിപ്പോ ഒരു രാത്രി എനിക്ക് സ്വസ്ഥത തരുന്നില്ല അവള്. ഏതൊക്കെയോ പേര് പറയുന്നു, എന്തൊക്കെയോ കഥ പറയുന്നു. ശങ്കറിന്നോ ഗൗരിന്നോ മീനൂന്നോ സുമിത്രാന്നോ ആരൊക്കെയാണാവോ. എന്തായാലും എൻ്റെ ഭാര്യ കൈവിട്ടുപോയി. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയടാ പൊന്നുമോനെ, ജ്വാല അതുപോലെയാവും. അല്ല ആവണം. അങ്ങനെ ഇപ്പൊ ഞാൻ മാത്രം അനുഭവിക്കണ്ട. അഗ്നിയെ നോക്കി ചുണ്ടുകോട്ടി. അത്രയും പറഞ്ഞുകൊണ്ട് മോഹൻ സോഫയിൽ നിന്നും എഴുന്നേറ്റു. ചിത്തു ഭക്ഷണം എടുക്ക്, കഴിക്കാം, മോഹൻ ചിത്രിയോട് പറഞ്ഞു. ഇത്രയും നേരം ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നില്ലേ? ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യ്, അപ്പോഴേക്ക് ഈ സീരിയൽ തീരും. ചിത്ര മോഹനെ തുറച്ചു നോക്കി. അയാൾ അവരെ ദയനീയമായി നോക്കി തലയാട്ടി സോഫയിലേക്ക് തന്നെ ഇരുന്നു. അഗ്നി അപ്പവും അന്തം വിട്ട് ചിത്തുവിനെ നോക്കി. ഇപ്പൊ എങ്ങനെ ഇരിക്കണു? ഇപ്പൊ മനസ്സിലായോ നിന്റെയൊക്കെ അമ്മയുടെ കാര്യം? മോഹൻ ചോദിച്ചതും അഗ്നി അപ്പവും തലയാട്ടി. അഗ്നി ജ്വാലയെ നോക്കി. അവള് കണ്ണു ചിമ്മുന്നുണ്ടോന്ന് പോലും സംശയമാണ്. അങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട് ടി വിയില്. ഏട്ടാ ഇത് അച്ഛൻ പറഞ്ഞതുപോലെ പണിയാവും, അപ്പു അഗ്നിയോട് രഹസ്യമായി പറഞ്ഞു. ഏയ് എന്റെ കുഞ്ഞൻ അങ്ങനെ ആവില്ല, അഗ്നിക്ക് ഉറപ്പാണ്. ആ നോക്കാം, മോഹൻ പറഞ്ഞു. അഗ്നി അയാളെ ഒന്ന് നോക്കി വീണ്ടും ജ്വാലയ്ക്ക് നേരെ തിരിഞ്ഞു. കുഞ്ഞ, അഗ്നി വിളിച്ചു. ജ്വാല ടി വിയിൽ നിന്ന് നോട്ടം മാറ്റി അവനെ നോക്കി. എന്താ ദേവേട്ടാ? അത് ആ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരുമോ? ദാഹിക്കുന്നു, അഗ്നി പറഞ്ഞതും ജ്വാല മുഖം ചുളിച്ചു. ഒരു 5 മിനിറ്റ് ദേവേട്ട, ഗൗരി ഗർഭിണി അല്ലാത്രേ. ഇപ്പൊ എല്ലാരും സത്യം അറിയും, എന്നിട്ട് മതിയോ വെള്ളം? ജ്വാല ചോദിച്ചു. അഗ്നിയുടെ കണ്ണു മിഴിഞ്ഞു. മോഹൻ വാപുത്തി പിടിച്ച് ചിരിച്ചു. അഗ്നി അയാളെ കൂർപ്പിച്ചു നോക്കി. അരികിലിരുന്ന് അപ്പുകൂടി ചിരിച്ചതും അഗ്നി രണ്ടാളെ ദയനീയമായി നോക്കി. സീരിയല് കഴിയാതെ പച്ച വെള്ളം കിട്ടില്ല മോനെ, എടുത്തു കുടിച്ചോ, മോഹൻ ചിരിയോടെ പറഞ്ഞു. എനിക്കതിന് വെള്ളമൊന്നും വേണ്ട, ഞാൻ അച്ഛൻ പറഞ്ഞത് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. പക്ഷേ ഇത് പണിയാവും, അവൻ നെടുവീർപ്പിട്ടു. പാവ ഏട്ടൻ, അപ്പു അഗ്നിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. മോനെ അപ്പു, നീ സൂക്ഷിച്ചോ, നിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാ, മോഹൻ അപ്പുവിനോടും പറഞ്ഞു. ഓ ആ കരിനാക്കൊന്ന് വളയ്ക്കാതിരിക്കണ്ട അച്ഛാ, ഞാനും എൻ്റെ പെണ്ണും കൂടി വല്ല റൊമാൻറ്റിക് മൂവി ഇരുന്ന് കണ്ടോളാ, അപ്പു കള്ളച്ചിരിയോടെ പറഞ്ഞു. അറിയാത്ത അപ്പു ചൊറിയുമ്പോ അറിയും, മോഹൻ ചുമരിലേക്ക് നോക്കി ഒരു താളത്തിൽ പറഞ്ഞു. അച്ഛാ, അപ്പു പല്ല് കടിച്ചു. അത് കണ്ട് മോഹന് പിന്നെയും ചിരി വന്നു. അഗ്നി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. ടി വിയിൽ നോക്കിയിരിക്കുകയായിരുന്ന ജ്വാല അത് കണ്ട് അവനെ ഒന്ന് നോക്കി. എവിടേക്കാ ദേവേട്ടാ? എങ്ങോട്ടും ഇല്ലടാ, നീ സീരിയൽ കണ്ടോ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം, അവൻ കണ്ണു ചിമ്മി. അയ്യോ ഞാനെടുത്തു തരാം ദേവേട്ടാ. ജ്വാല പെട്ടെന്ന് അവന്റെ ഒപ്പം എഴുന്നേറ്റു. ഓ വേണ്ട, നീ ഏതോ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ നോക്കിയിരിക്കെ. അഗ്നിക്ക് അത് പറയുമ്പോഴേക്കും ചിരി വന്നു പോയി. ജ്വാല എളിയോടെ അവനെ നോക്കി. പോ ദേവേട്ടാ, ഞാൻ ഈ അമ്മയോടൊപ്പം ഇരിക്കുമ്പോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണുന്നേ ഉള്ളൂ, അതിനെന്നെ കളിയാക്കണ്ടാട്ടോ. അതും പറഞ്ഞ് ജ്വാല അഗ്നിയുടെ അടുത്തേക്ക് വന്നു. അഗ്നി ചിരിയോടെ അവളെ ഒന്ന് നോക്കി. എന്നാ വാ, നമുക്ക് കുറച്ചു നേരം പുറത്തോട്ടിരിക്കാം, നല്ല നിലാവുണ്ട് പുറത്ത്. ആണോ? എന്നാ വാ. ജ്വാല അഗ്നിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അപ്പു ചിരിയോടെ അവര് പോകുന്നതും നോക്കിയിരുന്നു. ഭാഗ്യവാൻ, അവൾ അപ്പൊ അത്ര അഡിക്റ്റ് അല്ല, മോഹൻ ഒരു നിശ്വാസത്തോടെ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അപ്പുവിന് അയാളുടെ സംസാരം കേട്ട് ചിരി വന്നെങ്കിലും ടി വിയിൽ തന്നെ കണ്ണു നട്ടിരിക്കുന്ന ചിത്തിരയെ കണ്ട് അവന്റെ മുഖവും ദയനീയമായി. പാവന്റെ അച്ഛൻ, ഇന്നിപ്പോ ഈ കഥ മൊത്തം കേട്ടാലേ അമ്മ അച്ഛനെ ഉറക്കൂ. അപ്പുവിന് ചിരിയും വരുന്നുണ്ടായിരുന്നു. അവൻ പതിയെ സോഫയിൽ നിന്നും എഴുന്നേറ്റു. കണ്ണുകൾ ടേബിളിലിരിക്കുന്ന ജ്വാലയുടെ ഫോണിലേക്ക് പോയതും അപ്പുവിന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. അടുത്ത നിമിഷം അവൻ സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് എത്തി നോക്കി. ജ്വാലയുടെ ഫോൺ എടുത്ത് ലോക്ക് മാറ്റി. ദേവേട്ടൻ എന്നാണ് ലോക്ക് വെച്ചിരിക്കുന്നതെന്ന് അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവളുടെ ഫോൺ ഇടയ്ക്ക് അപ്പു എടുക്കാറുമുണ്ട്. പക്ഷെ ആദ്യമായി അപ്പുവിന്റെ കൈകൾ കോണ്ടാക്റ്റിലേക്ക് നീണ്ടു. അവിടെ സെർച്ച് എന്നിടത്ത് പൊന്നു എന്ന് ടൈപ്പ് ചെയ്തതും പൊന്നുവിന്റെ നമ്പർ അവിടെ തെളിഞ്ഞു വന്നു. അടുത്ത നിമിഷം അപ്പു ആ നമ്പർ ജ്വാലയുടെ വാട്സപ്പ് വഴി അവന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത്
അവൾ അറിയാതിരിക്കാൻ ഡിലീറ്റ് ഫോർ മീയും കൊടുത്ത് ഫോൺ ലോക്ക് ചെയ്ത് ടേബിളിലേക്ക് തന്നെ വെച്ചു. ആ സമയം അപ്പുവിന്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. തുടരും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ സീരിയൽ അഡിക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ? ഞാനൊരു സമയം കുറച്ചൊക്കെ അഡിക്റ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ സീരിയലൊന്നും കാണാറില്ല. പക്ഷേ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഞാൻ കുറച്ച് സീരിയൽ അഡിക്റ്റ് പോലെ ആയിരുന്നു. പിന്നെ അതങ്ങനെ നിർത്തി. പറ്റെ സ്റ്റോപ്പ് ചെയ്തതാ. അപ്പോൾ നിങ്ങളിങ്ങനെയാണെങ്കിലോ അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ.